ഹായ്, ഞാൻ രവിത. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി പ്രക്ഷോഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ ജനതകൾ എന്തും അതിജീവിക്കുന്നവരാണ്. ഈ സിറ്റുവേഷനും നമ്മൾ അങ്ങനെ അതിജീവിക്കും. അതിനായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതിജീവനത്തിനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. അപ്പൊ ബോച്ചേറ്റിയുടെ അടുത്ത ലക്കി ഡ്രോ വിന്നറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഹായ്, ഹലോ, മുനീർ സാറല്ലേ? അതെ. ഞാൻ ബോച്ചേറ്റിട്ട് ഇന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, സാറ് സ്ഥലം എവിടെയായിരുന്നു? പയ്യന്നൂര്. കണ്ണൂരാണോ? കണ്ണൂരാണല്ലേ. സുഖാണോ സാർ? ഓക്കെ, മഴയൊക്കെ ഉണ്ടോ? മഴ കൊണ്ട് ക്ഷീണിച്ച് മാർക്കറ്റ് മറ്റേ ഹാർബറിന്റെ വില്ലാണ് ഞാൻ മീൻ പിടിക്കലാണല്ലേ. മഴയിൽ കൊണ്ട് ഇങ്ങനെ കുടിച്ചിട്ട് ഇരിക്കുന്നു. അതല്ലേ, പുറത്തേക്കൊന്നും അധികം ഇറങ്ങാതിരിക്ക. അവിടെ എങ്ങനെ കുഴപ്പമെല്ലാം ഉണ്ടോ മഴയായിട്ട്? ഇല്ലപ്പാ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ട് ഇരിക്ക. ഓക്കെ, ബോച്ചേട്ടി വാങ്ങിയിരുന്നോ സാർ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാർ? എന്റെ 2 മക്കളുണ്ട്, പെൺമക്കള്. എന്റെ ഭാര്യന്റെ ഉമ്മയുണ്ട്. പഠിക്കുവാണോ മക്കളൊക്കെ? മക്കള് പഠിക്കുകയാണല്ലേ. ഇപ്പൊ ലീവ് ആയിരിക്കും അല്ലേ, മഴയായത് കാരണം? ഇല്ല. ഓക്കെ, അപ്പോ ബോച്ചേട്ടി വാങ്ങിയതുകൊണ്ട് നമ്മളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചാണ്. 10 ലക്ഷം രൂപയുടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട്. സന്തോഷായില്ലേ? എന്റെ ഭാര്യന്റെ ഉമ്മാന്റെ തറവാട്ടിലാണ് ഞമ്മ താമസിക്കുന്നത്. സന്തോഷായി ഒരുപാട്. അപ്പോ സന്തോഷായിട്ട് ഇരിക്ക. നമ്മള് ബോച്ചേട്ടി ഇനിയിപ്പോ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാ വാങ്ങാനായിട്ട്. ഓക്കെ, ഇവിടുന്ന് അടുത്താണോ? നമ്മുടെ വയനാട് അടുത്താണോ? വയനാട് അടുത്തല്ല, വയനാട് കുറെ ദൂരെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ പറ്റാവുന്ന സഹായങ്ങൾ അങ്ങോട്ടും നമുക്ക് കൊടുക്കാം. ആയിക്കോട്ടെ, നമുക്ക് പറ്റുന്നത് കൊടുക്കാം എന്തായാലും, തീർച്ചയായിട്ടും. അതെ, ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ബോച്ചേട്ടി ഇനിയും വാങ്ങണം. ആയിക്കോട്ടെ, ഡൈലി വാങ്ങും. ഞമ്മൊരു 10 ഇങ്ങനെ വാങ്ങിട്ട് വെക്കലാണ്. അപ്പൊ വാങ്ങുന്നോണ്ടാണ് നമുക്ക് ഈ ഒരു സന്തോഷ വാർത്ത കിട്ടിയത് അല്ലേ? എന്താണ് ഇപ്പൊ ആദ്യം എന്താണ് സാറിന് ബുദ്ധിമുട്ട്? ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടിയ ആദ്യം എന്താണ് ചെയ്യാ? 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാല് വീടിന്റെ കാര്യം നോക്കണം. വീടിന്റെ കാര്യം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ പാസ്സായിരുന്നു. അപ്പൊ സ്ഥലം ഞമ്മക്ക് വേറെ ദൂരെ ഇല്ല, അപ്പൊ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞമ്മ ഇവിടെ ആണെങ്കിൽ ഒരു 4 സെന്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിനെ കൊണ്ട് പഞ്ചായത്ത് എടുക്കാനുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ. അതെല്ലേ, അപ്പൊ ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു 10 ലക്ഷം രൂപ തന്നതായിരിക്കാം. ആയിക്കോട്ടെ, അതന്നെ പടത്തോട് കുഞ്ഞമ്മ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. 2 മക്കള് പ്രായമായി, ഒന്ന് MLT പഠിക്കുന്നുണ്ട്, ഒന്ന് 10ാം ക്ലാസ് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നത് വെച്ചിട്ട് ഇങ്ങനെ മക്കൾക്കും പഠിക്കും പ്രായക്കും പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 6 ലക്ഷം രൂപ വണ്ടി എടുത്തിരുന്നു നീ കൊണ്ടുവരാൻ വേണ്ടി. എന്റെ കാല് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, 2 കാല് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ഇല്ല, അതേപോലെ തന്നെ ഉണ്ട്. ഒരുപാട് വിഷമത്തിൽ ഇങ്ങനെ 5-6 ലക്ഷം രൂപ തന്നെ വണ്ടി ഇറക്കിയിട്ട് അതിന്റെ ലോൺ ഇങ്ങനെ അടക്കലാണ്. അതിപ്പോ പറഞ്ഞാല് കുറച്ച് ഇതാവണം. നമ്മളെ ഭാര്യ ഇങ്ങനെ ഒപ്പിച്ചിട്ട് തരുമോ, ലോൺ ഇങ്ങനെ അടക്കും, ഇങ്ങനെ എന്തായിട്ട്. അതുകൊണ്ട് ദൈവം തന്ന ഒരു അനുഗ്രഹം. ഭയങ്കര സന്തോഷം. അതെ, എല്ലാരോടും പറയൂ സേഫ് ആയിട്ട് ഇരിക്കാൻ പറയൂ. ഓക്കെ, സന്തോഷമായിട്ട് ഇരിക്കാം. നമ്മുടെ ടീമിൽ നിന്ന് ഇനി കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. മുനീറൊക്കെ ലക്കി ഡ്രോ വിന്നർ ആയതിന്റെ സന്തോഷത്തിലാണ്. ഒരു സാധാരണക്കാരന്റെ എല്ലാ പ്രശ്നങ്ങളും മുനീറയ്ക്കൊക്കെ ഉണ്ട്.
ഒരു വീട് വെക്കണം, വണ്ടി വാങ്ങിയതിന്റെ ലോണ്, കൂടാതെ കാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട്. 10 ലക്ഷം കിട്ടിയതിൽ ആള് മാത്രമല്ല നമ്മളും ഹാപ്പി അല്ലേ? കാരണം അർഹിക്കുന്ന കൈകളിൽ തന്നെയല്ലേ അത് കിട്ടിയിട്ടുള്ളത്. 10 ലക്ഷം രൂപ മാത്രമല്ല കേട്ടോ, ബോച്ചേറ്റിയിലൂടെ 25 കോടിയുടെ ബമ്പർ പ്രൈസ്, ഫ്ലാറ്റ്, കാർ, 2 വീലേഴ്സ്, മൊബൈൽ ഫോണുകൾ, കൂടാതെ ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ അടുത്ത വിന്നർ ചിലപ്പോ നിങ്ങളും ആവാം. വരും ദിവസങ്ങളിൽ ഇനിയും മഴ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. വയനാട്ടില് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.